Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of Accept Me by Living Smile Vidya, readings from the French 2nd semester, Calicut University, Common English. Answer the following questions in a sentence or two. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 1 or 2 സെൻറ്റൻസസിൽ ആൻസർ ചെയ്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓ ഇസ് കലൈശെൽവി ആയ? ആരാണ് കലൈശെൽവി ആയ? കലൈശെൽവി ആയ വാസ് വിദ്യാസ് നാനി ഓർ മാറ്റർണൽ ഗ്രാൻഡ് മദർ. അപ്പോൾ ആരായിരുന്നു? വിദ്യയുടെ നാനിയാണ് അല്ലെങ്കിൽ മാറ്റർണൽ ഗ്രാൻഡ് മദറാണ് കലൈശെൽവി ആയ. നെക്സ്റ്റ്, വാട്ട് ആർ ദ എറ്റിക്വേറ്റ്സ് എക്സ്പെക്റ്റഡ് ബൈ ദ ഓൾഡർ തിരുനങ്കൈസ് ഫ്രം ദ യങ്ങർ വൺസ്? അതായത് യങ്ങർ തിരുനങ്കൈസിൻ്റെ അടുത്ത് നിന്ന് ഓൾഡർ തിരുനങ്കൈസ്, അതായത് ഓൾഡർ ട്രാൻസ്ജെൻഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾഡർ തിരുനങ്കൈസ് എക്സ്പെക്റ്റ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റെസ്പെക്ട് ഫ്രം യങ്ങർ തിരുനങ്കൈസ്. അതായത് ഈ ഓൾഡർ ട്രാൻസ്ജെൻഡേഴ്സ് യങ്ങർ ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്ന് ഒരുപാട് റെസ്പെക്റ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ഡിമാൻഡ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്, അവരെപ്പോഴും അവരെ അനുസരിക്കണം എന്നുള്ള ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വോണ്ട് ടോളറേറ്റ് യങ്ങർ ഗേൾസ് സിറ്റിംഗ് വിത്ത് ദം ഓൺ ആൻ ഈക്വൽ ലെവൽ. അതുപോലെ ഒരു യങ്ങർ തിരുനങ്കൈ ഒരു ഓൾഡർ തിരുനങ്കയും ഈക്വൽ ലെവലിൽ ഇരിക്കാൻ പാടില്ല, അതിനെ അവർ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ടച്ചിങ് ദെയർ ഫീറ്റ് ഈസ് അനദർ സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ. അതുപോലെ ഈ ഒരു യങ്ങർ തിരുനങ്കൈ എപ്പോഴും ഓൾഡർ തിരുനങ്കൈൻ്റെ കാലിലൊക്കെ വീണിട്ട് അവരുടെ ഒരു റെസ്പെക്റ്റ്, ഒരു ബ്ലെസ്സിങ് ഒക്കെ നേടണം എന്നാണ് പറയുന്നത്. അത് ഇവരുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ക്ലീനിങ് ദെയർ സ്പിറ്റൂൺസ് ടിൽ ദേ ഷൈൻ, പ്രസിങ് ദെയർ ഫീറ്റ് ആർ അനദർ കൈൻഡ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. അതുപോലെ അവരുടെ സ്പിറ്റൂൺസ് ക്ലീൻ ചെയ്യുക, അത് ഷൈൻ ചെയ്യുന്നത് വരെ, അതുപോലെ അവരുടെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൂ ഈസ് അരുണമ്മ? വിദ്യാസ് അമ്മ ഇൻ ദ വേൾഡ് ഓഫ് തിരുനങ്കൈസ് വാസ് അരുണമ്മ. അപ്പോൾ ഈ ഒരു തിരുനങ്കൈസിൻ്റെ ആ ഒരു വേൾഡിൽ വിദ്യയുടെ അമ്മയാണ് അരുണമ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഈസ് ദ ഹരാസ്മെൻറ്റ് ഓഫ് തിരുനങ്കൈസ് ഡിഫറെൻറ്റ് ഫ്രം ദ റാഗിങ് ഓഫ് കോളേജ് സ്റ്റുഡൻസ്? അതായത് എങ്ങനെയാണ് ഈ ഒരു തിരുനങ്കൈയുടെ ഹരാസ്മെൻറ്റ് കോളേജ് സ്റ്റുഡൻസിൻ്റെ റാഗിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. In the manner of college ragging, victims turn tormentors overnight. Unlike college students, these are people who have been marginalized by society, insulted and humiliated, even cursed. അതായത് ഈ കോളേജ് സ്റ്റുഡൻസിൻ്റെ പോലെയല്ല, കോളേജ് സ്റ്റുഡൻസിൻ്റെ പോലെ ഇവർ ഈ ഒരു തിരുനങ്കൈ ആയിക്കഴിഞ്ഞാൽ ഓൾഡർ തിരുനങ്കൈ ഈ ഒരു യങ്ങർ തിരുനങ്കൈനെ എപ്പോഴും ഹരാസ് ചെയ്യും, റാഗിങ് ഒക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് കോളേജിൽ സംഭവിക്കുന്നത്. ഈ ഒരു ജൂനിയേഴ്സിനെ സീനിയേഴ്സ് എപ്പോഴും ഹരാസ് ചെയ്യും, റാഗ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുനങ്കൈ എന്ന് പറയുന്നത് അവർ സൊസൈറ്റിയിൽ നിന്ന് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരാണ്, അതായത് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്, ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, കേഴ്സ്ഡ് ആണ്, ശപിക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ റാഗിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ അഡ്വൈസ് ഗിവൺ ബൈ കലൈശെൽവി ആയ ടു വിദ്യ ഓൺ ദെയർ വേ ടു ദ സിറ്റി പോസ്റ്റ് ഇൻ ആൻഡ് ഓട്ടോറിക്ഷ? അപ്പോൾ എന്തൊക്കെ അഡ്വൈസാണ് കലൈശെൽവി ആയ വിദ്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അവരൊരു ഓട്ടോറിക്ഷയിലേക്ക് പോകുന്ന സമയത്ത്? കലൈശെൽവി ആയ continued instructing her on how to behave once they reached their destination. Don't go wandering around. Follow her closely. As soon as you enter, fall at Nanny's feet and receive her blessings. അപ്പോൾ കലൈശെൽവി ആയ വിദ്യനെ ഇങ്ങനെ ഇൻസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് ചുറ്റൊന്നും ഇങ്ങനെ വാണ്ടറിങ് ചെയ്യരുത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്, അതുപോലെ എന്നെ എപ്പോഴും ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നാനിയുടെ കാലിൽ വീണ് ബ്ലെസ്സിങ്സ് നേടുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വൈ ഡിഡ് ആയ ആസ്ക് വിദ്യ ടു ചേഞ്ച് യുവർ നെയിം? എന്തുകൊണ്ടാണ് ആയ വിദ്യയോട് അവളുടെ നെയിം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആയ ആസ്ക്ഡ് ടു ചേഞ്ച് യുവർ നെയിം. ദർ ഹാഡ് ബീൻ എ പ്രീതി ബിഫോർ ഹെർ. ഷീ died young, so the name was considered a bad omen at her new home. അതായത് ആയ ഇങ്ങനെ പേര് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യ വരുന്നതിന് മുന്നേ അവിടെ ഒരു പ്രീതി ഉണ്ടായിരുന്നു. അവൾ യങ് ഏജിൽ തന്നെ അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രീതി എന്നുള്ള നെയിം ഒരു ബാഡ് ഓമനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ന്യൂ ഹോമിൽ. അതുകൊണ്ടാണ് അവളുടെ പേര് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്.
നെക്സ്റ്റ്, വൈ ഡിഡ് സത്യ പ്രപ്പോസ് നെയിം വിദ്യ? എന്തുകൊണ്ടാണ് സത്യ വിദ്യക്ക് ആ ഒരു നെയിം, വിദ്യ എന്നുള്ള നെയിം പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സത്യ പ്രപ്പോസ് നെയിം വിദ്യ ബിക്കോസ് സത്യ ആൻഡ് വിദ്യ ആർ സിസ്റ്റേഴ്സ് ആൻഡ് ദെയർ നെയിംസ് വിൽ റൈം. അതായത് സത്യ വിദ്യ എന്ന് പറയുന്ന ആ രണ്ട് നെയിം റൈം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ റീത്ത്? റീത്ത് വാസ് ദ ടേം ഫോർ ഫോർമലി എൻറോളിങ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓഫ് തിരുനങ്കൈസ്. റീത്ത് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ തിരുനങ്കൈസ് കമ്മ്യൂണിറ്റിയിൽ ഒരാളെ എൻറോൾ ചെയ്യുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റീത്ത് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് സോർട്സ്. ഇതെന്താണ്? ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. ഈ തിരുനങ്കൈ വേൾഡിൽ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് റീത്ത് എന്ന് പറയുന്നത്. യു പെയ്ഡ് നോമിനൽ സം ആൻഡ് യു വർ ഇൻക്ലൂഡഡ് ഇൻ എ പരിവാർ ഓർ പരമ്പര ലിസ്റ്റ്. നെക്സ്റ്റ്, വൈ ഡിഡ് വിദ്യ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് വെൻ രാധ കോൾ ഹെർ ശരവണ? അതായത് രാധ വിദ്യയുടെ സിസ്റ്റർ അവളെ ശരവണ എന്ന് വിളിച്ച സമയത്ത് എന്തുകൊണ്ടാണ് അവൾ ഡിസ്റ്റർബ്ഡ് ആവാനുള്ള കാരണം? വിദ്യ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് വെൻ രാധ കോൾഡ് ഹെർ ശരവണ ബിക്കോസ് ഹെർ നെയിം ഈസ് ചേഞ്ച്ഡ് ആസ് വിദ്യ. ശരവണാസ് നെയിം ഹെർ പാരൻസ് ഹാഡ് ഗിവൺ ഹെർ സിസ്റ്റർ കോൾ നെയിം ശരവണ വെൻ ഷി വാസ് ഇൻ എ സാരി. അതായത് ഈ ഒരു സിസ്റ്ററെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ സാരിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വിദ്യ സാരിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാരിയിലായിട്ട് പോലും അവളുടെ സിസ്റ്റർ അവളെ ശരവണ എന്ന് വിളിച്ചു. അത് അവൾക്ക് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആക്കി. കാരണം ശരവണ എന്നുള്ള നെയിം അവൾ ബോയ് ആയ സമയത്ത് അവളുടെ പാരൻസ് അവൾക്ക് നൽകിയിട്ടുള്ള പേരാണ്. ഇപ്പോൾ അവളുടെ പേര് ചേഞ്ച് ചെയ്ത് വിദ്യ ആക്കിയിട്ടുണ്ട്. ഇതാണ് കാരണം. നെക്സ്റ്റ്, വൈ വാസ് വിദ്യ ആങ്സിയസ് ടു മീറ്റ് ഹെർ ഫാദർ? അവളുടെ വിദ്യൻ്റെ ഫാദറിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ആങ്സിയസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീറ്റിംഗ് അപ്പ വാസ് എ ഡിഫറെൻറ്റ് proposition. He was certain to break down to pieces. She had destroyed his dreams, demolished his dignity, decimated his pride. അതായത് അപ്പനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. കാരണം അപ്പം ഒരു തകർന്ന അവസ്ഥയിലാണ് ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത്, അവളൊരു തിരുനങ്കൈയാണെന്ന് അറിഞ്ഞ സമയത്ത്. അങ്ങനെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യ അവളുടെ ഫാദറിൻ്റെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പാരൻസിന് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും. അതൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് അവൾ ഈ ഒരു തിരുനങ്കൈ ആകാൻ പോകുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി, അദ്ദേഹത്തിൻ്റെ പ്രൈഡ് ഒക്കെ നശിപ്പിച്ചിട്ടാണ് അവൾ ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഓൺലി കൺസലേഷൻ ഫെൽറ്റ് ബൈ വിദ്യ അറ്റ് ദ എൻഡ്? വിദ്യക്ക് ഈ ഒരു അക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിൽ എന്ത് കൺസലേഷനാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഓൺലി കൺസലേഷൻ വാസ് ദാറ്റ് ഹെർ ഫാമിലി നൗ ന്യൂ ദ ട്രൂത്ത്. അതായത് അവളുടെ പാരൻസ് അവളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ പാരൻസിന് ആ ഒരു സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു കൺസലേഷനാണ് ഇതിൽ എൻഡിങ്ങിൽ വിദ്യക്ക് കിട്ടുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് അരുണമ്മ ഹെൽപ്പ് ഇൻ കൺസോളിങ് വിദ്യാസ് അപ്പ? എങ്ങനെയാണ് അരുണമ്മ വിദ്യയുടെ അപ്പയെ എങ്ങനെയാണ് കൺസോൾ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അരുണമ്മ കൺസോളിങ് വിദ്യാസ് അപ്പ, ഷി സെഡ് ടൈംസ് ഹാവ് ചേഞ്ച്ഡ്, ഈവൻ സയൻസ് ആക്സെപ്റ്റ് as we are, we can accomplish what normal men and women can. Please try to understand. അരുണമ്മ എങ്ങനെയാണ് കൺസോൾ ചെയ്തത്? അതായത് അരുണമ്മ ഫാദറിനോട് പറയാണ്, ടൈംസ് ഹാവ് ചേഞ്ച്ഡ്, കാലമൊക്കെ മാറിക്കഴിഞ്ഞു, സയൻസൊക്കെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ നോർമലായിട്ടുള്ള വുമൺ ആൻഡ് മെന്നിനെ പോലെ തന്നെയാണ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിലാണ് അരുണമ്മ കൺസോൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. ഇനി പാരഗ്രാഫ് ആൻസർ ചെയ്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് അഡ്വൈസ് ഡസ് നാനി ഗിവ് ടു വിദ്യ? നാനി ഒരുപാട് അഡ്വൈസ് നൽകുന്നുണ്ട് വിദ്യക്ക്. അതെന്തൊക്കെ അഡ്വൈസ് ആയിരുന്നു? നാനി ഗിവ് അഡ്വൈസ് ടു വിദ്യ. ഷി സെഡ്, യു ക്യാൻ ബി യുവർ സെൽഫ് ഹിയർ, സാങ് ആൻഡ് ഡാൻസ് യുവർ ഹേർട്സ് content, but always be respectful to elders. You must get on well with the younger people. Come to me if you need something. Go out with your akka Satya. You must bring back no less than 300 rupees every day. അപ്പോൾ ഞാൻ ഒരുപാട് അഡ്വൈസ് നൽകുന്നുണ്ട്. നീ എപ്പോഴും നീ ആയിരിക്കാൻ ശ്രമിക്കുക, പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുക, അതുപോലെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ യങ്ങർ പീപ്പിളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക, അതുപോലെ നിൻ്റെ പുറത്ത് പോകുന്ന സമയത്ത് സത്യ അക്കയുടെ കൂടെ പോവുക, അതുപോലെ 300 rupees എവറി ഡേ 300 rupeesൽ കുറയാത്തൊരു എമൗണ്ട്
ഇവിടെ കൊടുന്ന് ഏൽപ്പിക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് നൽകുന്നത്. നെക്സ്റ്റ്, കമൻറ്റ് ഓൺ ദ പരിവാർ ഓർ ഫാമിലി സിസ്റ്റം ഓഫ് തിരുനങ്കേസ്. അതായത് പരിവാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയാണ്, തിരുനങ്കേസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. പരിവാർ ലിറ്ററലി ഫാമിലി ഈസ് എ ഗ്രൂപ്പ്. ദർ ആർ 7 പരിവാർസ് ഇൻ ചെന്നൈ. ഈച്ച് പരിവാർ ഹാസ് എ നെയിം. എക്സാമ്പിൾസ് ആർ ബന്ദി ബസാർ, പുനേഗർ ആൻഡ് Laligar. All the Tirunangais in Mumbai come under one of these 7 പരിവാർസ്. She was registered with ബേദി ബസാർ പരിവാർ. പരിവാർ എന്ന് പറയുന്നത് ഈ ഒരു തിരുനങ്കൈൻ്റെ ഒരു ഫാമിലിനെയാണ്, ഒരു ഗ്രൂപ്പിനെയാണ് പരിവാർ എന്ന് പറയുന്നത്. 7 പരിവാർസ് ചെന്നൈയിലുണ്ട് എന്നാണ് പറയുന്നത്. അതിനൊക്കെ ഓരോ പരിവാറിനും ഓരോ നെയിമുണ്ട്. അതായത് ബന്ദി ബസാർ, പുനേഗർ, ലാലിഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമ്മളെ വിധി ഉൾപ്പെടുന്നത് ബന്ദി ബസാർ പരിവാറിലാണ്. A Tirunangai wanting a change to a new group has to pay a fine, a kind of transfer fee to the പരിവാർ she is leaving. അതായത് ഒരു തിരുനങ്കൈ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഫൈനായിട്ടൊരു എമൗണ്ട് പേ ചെയ്യണം. അതൊരു ട്രാൻസ്ഫർ ഫീ എന്നുള്ള രീതിയിലാണ് പേ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ കസ്റ്റംസ് ഫോളോഡ് ബൈ തിരുനങ്കൈസ്. എന്തൊക്കെ ആചാരങ്ങളാണ് ഈ ഒരു തിരുനങ്കൈസ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ veteran Tirunangai gifted her a sari. This was again a regular custom. When seniors see of a new Tirunangai or when she goes to see them, the gift of sari and some cash is mandatory. The life of a Tirunangai is bound by thousands of such rules and regulations. All are unwritten. അതായത് ഈ തിരുനങ്കൈസിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവരൊരുപാട് കസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ അൺറിട്ടൺ ആണ്, എഴുതപ്പെടാത്തതാണെന്നാണ് പറയുന്നത് ആ ആചാരങ്ങളൊക്കെ. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിരുനങ്കൈ ആ ഒരു പരിവാറിൽ വന്ന് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലുള്ള ഒരു തിരുനങ്കൈ ഒരു സാരി ഗിഫ്റ്റ് ചെയ്യും. ഇതൊരു റെഗുലർ കസ്റ്റമാണെന്നാണ് പറയുന്നത്. അതുപോലെ അവിടെ നിന്ന് സീനിയേഴ്സൊക്കെ അവിടെ നിന്ന് പോകുന്ന സമയത്ത്, ഒരു സീനിയർ തിരുനങ്കൈ പോകുന്ന സമയത്ത് ആ ഒരു സാരി, ക്യാഷ് ഒക്കെ മാൻഡറ്ററി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ശരവണാസ് ഫാമിലി വെൻ ദേ ലേൺ ദാറ്റ് ഹി വാസ് തിരുനങ്കൈ. അതായത് ഈ ഒരു ശരവണൻ്റെ ഫാമിലി അറിയുന്ന സമയത്ത്, അവളൊരു തിരുനങ്കൈയാണ് എന്ന് അറിയുന്ന സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ എന്നാണ് പറയുന്നത്. They are shocked when they learn that he was Tirunangai. All of them tried to explain her position to family, but they attempted were in vain. Her father was totally unwilling to listen, weeping throughout. The only moment he stopped was to fold his arms and plead with Arnamma to release his son. അവരുടെ അവസ്ഥ എന്തായിരുന്നു, ഫാമിലിയുടെ അവസ്ഥ? വിദ്യ എന്ന് പറയുന്നത് ഒരു തിരുനങ്കൈയാണ് എന്ന് അറിയപ്പെടുന്ന സമയത്ത് അവളുടെ ഫാമിലി ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവളുടെ ഫാദർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, അവളുടെ ഫാദർ എപ്പോഴും വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കാനൊന്നും വില്ലിങ് ആയിരുന്നില്ല. ലാസ്റ്റ് അരുണമ്മേൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുന്നത്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കൊമെൻറ്റ് ഓൺ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് വിദ്യ ആൻഡ് ഹെർ പാരൻസ്. വിദ്യയുടെയും പാരൻസിൻ്റെയും ഫസ്റ്റ് മീറ്റിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിദ്യ പ്രിപ്പയർഡ് ഹെർസെൽഫ് ഫോർ ദ മീറ്റിംഗ്, ഗ്യാദറിംഗ് കറേജ്. ഷി വെൻറ്റ് ടു ദ സ്റ്റേഷൻ ഇൻ ദ കമ്പനി ഓഫ് her Tirunangai sisters Viji and Bhumika. She wore a beautiful black sari with a broad silver border. Appa refused to see her in a sari. She wore a shirt picked out of a bundle of donation to the tsunami victims. Only then did Appa agree to speak with her. അതായത് വിദ്യ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രിപ്പയർ ചെയ്ത സമയത്ത് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് എൻ്റെ ഫാമിലി എന്നെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ. അങ്ങനെ അവൾ കറേജൊക്കെ ഗ്യാതറിങ് ചെയ്ത്, അതായത് ഒരു കുറച്ച് ധൈര്യമൊക്കെ എടുത്ത് അവൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവളുടെ തിരുനങ്കൈ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്, വിജി ആൻഡ് ഭൂമിക. അവളൊരു ബ്ലാക്ക് സാരിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാരിയിൽ അവളെ കണ്ടപ്പോൾ അവളോട് സംസാരിക്കാൻ അൺവില്ലിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവൾ ഒരു സുനാമി വിക്ടിംസിന് ക്ലോത്ത്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടാണ് അപ്പയോട് സംസാരിക്കാൻ സമീപിച്ചത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് മാത്രമാണ് അവളോട് സംസാരിക്കാൻ തയ്യാറായത്.
All of them tried to explain her position to Appa, but their attempt were in a vain. He was totally unwilling to listen, weeping throughout. The only moment he stopped was to fold his arms and plead with Arunama to his son. Arunama too spoke to him on behalf of her. She said, "Times have changed. Even science accept us as we are. We can accomplish what normal men and women can. Please try to understand. Endless discussions brought about no resolution." അപ്പോൾ എല്ലാവരും അപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അപ്പ അതിലൊന്നും വില്ലിങ് ആവുന്നില്ല. അതുപോലെ അപ്പ എപ്പോഴും വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പക്ക് ഭയങ്കര ഷോക്കായിരുന്നു അപ്പയുടെ മകനെ നഷ്ടപ്പെട്ടതിൽ. ലാസ്റ്റ് അപ്പ അരുണമ്മയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അരുണമ്മ അപ്പയെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നായിരുന്നു ടൈംസ് ഹാവ് ചേഞ്ച്ഡ്, കാലമൊക്കെ മാറിക്കഴിഞ്ഞു. ഈവൻ സയൻസ് ആക്സെപ്റ്റ് അസ് വി ആർ, സയൻസ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമലായിട്ടുള്ള മെൻ ആൻഡ് വുമണിനെ പോലെ തന്നെയാണ് ഞങ്ങൾ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് അപ്പ റിയാക്ട് വെൻ ഹി ഫസ്റ്റ് മെറ്റ് വിദ്യ? അപ്പം ഇങ്ങനെ റിയാക്ട് ചെയ്തത് വിദ്യനെ കണ്ട സമയത്ത് നിന്നാണ്, ആദ്യമായിട്ട് കണ്ട സമയത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പ refused to see her in a sari. She wore a shirt she picked out of a bundle of donation to the tsunami victims. Only then did Appa agree to speak with her. All of them tried to explain her position to Appa, but their attempt were in vain. He was totally unwilling to listen, weeping throughout. The only moment he stopped was to fold his arms and plead with Arunama to release his son. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എബൌട്ട് 300 വേർഡ്സ്. 300 വേർഡ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ മിനിമം 3 ബോഡി പാരഗ്രാഫ് വേണം, തന്നെ ഒരു കൺക്ലൂഷൻ. ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ അഗണീസ് ആൻഡ് ആങ്സൈറ്റീസ് ഫെൽറ്റ് ബൈ വിദ്യ ഓൺ ഹെർ ജേർണി ടു ബി എ തിരുനങ്കൈ. അതായത് വിദ്യ അവളുടെ ആ ഒരു ജേർണി, തിരുനങ്കൈ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു ജേർണിയിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ആങ്സൈറ്റീസ് ആൻഡ് അഗണി, പെയിന്, അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിവിങ് സ്മൈൽ വിദ്യ, ഓൾസോ നോൺ ആസ് സ്മൈലി, is an inspirational Indian trans woman writer, activist, theatre artist and film director. Her parents named her Sharvana before she took the name Vidya. Accept Me is a chapter from Living Smile Vidya's autobiography, I Am Vidya, the first transgender autobiography from India. The chapter discusses the traumatic experiences and strenuous journey of Vidya in search of her identity. Transgenders are marginalized, discriminated against and humiliated by society. They go through a lot of mental struggle while seeking their gender identity. Vidya gets confused and stressed when she leaves her name and family to become a Tirunangai. Her old name Sharvana seems so strange to her, and her dilemma in facing her family and father after becoming a Tirunangai is emotionally portrayed. Society doesn't accept transgenders wholeheartedly. In the era of the explosion of human rights, transgenders are still facing all types of social cruelties. Sharvana's birth name of Vidya is a boy who always believed that he is not a male but a person having female soul. As time passes, his self never allow him to survive as a male, and finally Sharvana transformed himself as a Vidya. Accept Me is the voice of the voiceless of every transgender in India who constantly faces harassment and atrocities. In current scenario, despite the awareness and goodwill spread about them, the very existence in this earth become a question mark without the strong support of the family, society and government. According to the tradition of Tirunangai, Kalaiselvi was the nanny or maternal grandmother of Vidya. She took Vidya to Pune by train. Amma Shanti accompanied them. They bossing over her. Divya don't mind their bossiness because all the struggles of the past to establish her identity as a woman had hardened her. Older Tirunangais expect a great deal of respect from younger Tirunangais. They demand implicit obedience, won't tolerate younger girls sitting with them on an equal level. They demand to cleaning their spittoons and pressing their feet. Divya Sama in the world of Tirunangais lived in Chulamaid. Once we settle down in a group of Tirunangais, the harassment stops. The arrival of a new Tirunangai helps to some extent. Divya was independent spirit, refused to submit to anyone without reason. According to her, nothing was more important than preserving her dignity. Priya joined the Tirunangai when she was 16. She met her at Aruna's place. Priya was about her height,
clear complexion and lovely smile. Nani instructed to bring back to no less than 300 rupees every day, and she told that whether she educated or illiterate, Ekodi Sekodi. Satya Akka proposed the name of Vidya. This was 3 months after she had left home. She could not call her family. She did not tell them where she was going. Appa, Radha and Chitti started looking for her. They contacted Arnama through Asha Bharati, from whom they learned about me. About her, not me. Okay? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ആട്ടോ. She left Pune for Chennai to meet her parents. She wore a black sari with a broad silver border. Appa refused to see her in a sari. She wore a shirt picked out of a bundle of donations to the tsunami victims. Only then did Appa agree to speak with her. Arnama spoke to him on her behalf. Times have changed. Even science accepts us as we are. We can accomplish what normal men and women can. Please try to understand. Endless discussions brought about no resolution. She said, my worries were mine and his tragedy was his. Transgenders are human beings. Try to respect them.